നമസ്കാരം. ഒടുവിൽ ഭയപ്പെട്ടതുപോലെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിലുള്ള അയ്യപ്പന്മാർ ആശങ്കപ്പെട്ടിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയും ശബരിമല ശാസ്താവിൻ്റെ ശ്രീകോവിലിലെ ഉമ്മറ കട്ടിളപ്പടിയും ഉമ്മറ വാതിലുമെല്ലാം ഇളക്കിക്കൊണ്ടുപോയ കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ ശബരിമല ശാസ്താവിൻ്റെ വിഗ്രഹവും ഇവർ കടത്തിക്കൊണ്ടു പോയിട്ടുണ്ടോ എന്നുള്ള ഒരു ആശങ്കയായിരുന്നു ആഗോളതലത്തിൽ തന്നെയുള്ള അയ്യപ്പ ഭക്തന്മാർ പ്രകടിപ്പിച്ചിരുന്നത്. അത് ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ശബരിമലയിലെ ശാസ്താ വിഗ്രഹം പോലും ഇപ്പോൾ കൃത്രിമമാണോ എന്നുള്ള സംശയത്തിലേക്ക് നീങ്ങുന്ന തരത്തിൽ, അല്ലെങ്കിൽ അത്തരം ഒരു സംശയത്തിന് ഉതകുന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ വാർത്ത അയ്യപ്പ ഭക്തന്മാരെ ഞെട്ടിച്ചിരിക്കുന്നു. ശബരിമലയിൽ നാളിതുവരെ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് നാം കേട്ട വാർത്തകൾക്കപ്പുറമുള്ള വാർത്ത തന്നെയാണ് ഇത്. പറഞ്ഞു വരുന്നത്, ശബരിമലയിലെ ശാസ്താ വിഗ്രഹത്തിൽ സ്ഥാപിച്ചിരുന്ന അയ്യപ്പന്റെ സ്വർണ്ണ പ്രഭാവലയം തന്നെ അടിച്ചുമാറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഇന്നത്തെ കേരള കൗമുദി ദിനപത്രത്തിലെ മുഖപത്രത്തിൽ തന്നെയാണ് ഇത് അടിച്ചിരിക്കുന്നത്. അതായത് മുൻ പേജിൽ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി ഈ വാർത്ത അടിച്ചു വന്നിരിക്കുന്നു. ശബരിമല ശ്രീകോവിലിലെ അയ്യപ്പ വിഗ്രഹത്തിന്റെ പ്രഭാവലയത്തിലെ സ്വർണ്ണപ്പാളികൾ അടിച്ചുമാറ്റി ഈ കള്ളന്മാർ വിറ്റിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM-ന്റെ സമുന്നതരായ നേതാക്കളായ N വാസുവും പത്മകുമാറും കഴിഞ്ഞ ദിവസം വിജയകുമാറുമെല്ലാം അറസ്റ്റിലാകുമ്പോൾ ഇതുവരെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 10 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഈ 10 പേരിൽ 9 പേരും CPM-ന്റെ പ്രവർത്തകരാണ് എന്ന് പറയുമ്പോൾ CPM അക്ഷരാർത്ഥത്തിൽ ഈ കേസിൽ വെട്ടിവിയർത്ത് സമൂഹ മധ്യത്തിൽ തുണിയുരിഞ്ഞ് നാറി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം CPM-നെ അമ്പെ തകർത്തെറിഞ്ഞ കാഴ്ചയാണ് കേരളം കണ്ടത്. എന്നാൽ CPM ഇപ്പോഴും അത് സമ്മതിക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന CPM-ന്റെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ സമ്മതിക്കുന്ന കാഴ്ചയും പിന്നീട് നാം കണ്ടു. അതെന്ത് തന്നെയായാലും കേരള കൗമുദി വളരെ വിശദമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ശബരിമലയിൽ നിന്നും സ്വർണം പാളികൾ അഴിച്ചുകൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ശബരിമലയിലെ ശാസ്താ ശ്രീകോവിലിൻ്റെ ശാസ്താവിൻ്റെ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ പ്രഭാവലയത്തിലെ സ്വർണ്ണപ്പാളികളും അഴിച്ചു മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ശബരിമലയിൽ നിന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവർ തയ്യാറാക്കി കൊണ്ടുപോയിട്ടുള്ള, അതായത് ശബരിമലയിൽ യഥാർത്ഥത്തിൽ എവിടെയൊക്കെയാണ് വിജയം മല്യ സ്ഥാപിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ ഉള്ളത് എന്നുള്ളതിൻ്റെ സാമ്പിൾ ശേഖരിച്ച് അവിടെ നിന്നും അത്തരം വിവരങ്ങൾ തയ്യാറാക്കി പരിശോധിക്കുവാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ പരിശോധനയുടെ ഫലം വരുമ്പോൾ മാത്രമാണ് ഇനിയും പൂർണ്ണമായ വിവരങ്ങൾ അറിയാൻ സാധിക്കുക. ഒരുപക്ഷെ ശബരിമലയിൽ ഇരിക്കുന്ന ശാസ്താ വിഗ്രഹം തന്നെ യഥാർത്ഥത്തിൽ ഉള്ളതല്ല എന്ന് തന്നെയുള്ള ആശങ്കയാണ് കേരള കൗമുദി ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. അതെന്ത് തന്നെയായാലും ശബരിമല ശാസ്താവിൻ്റെ വിഗ്രഹം യഥാർത്ഥത്തിൽ സ്ഥാപിക്കപ്പെട്ട, അതായത് പരമ്പരാഗതമായി വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ പ്രതിഷ്ഠ നടത്തിയ സമയത്ത് തന്നെ പ്രതിഷ്ഠിച്ചിട്ടുള്ള പഞ്ചലോഹ വിഗ്രഹമാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി SITക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും സാധിക്കില്ല എന്നുള്ളത് കൃത്യമായി തന്നെ വിഗ്രഹമോഷ്ടാക്കൾക്ക് അറിയാം. കാരണം ഏതെങ്കിലും തരത്തിൽ സംശയം ഉയരുകയാണെങ്കിൽ താന്ത്രിക വിധിപ്രകാരമല്ലാതെ ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹം തൊടുവാനോ പരിശോധിക്കുവാനോ ആർക്കും സാധിക്കില്ല എന്നതിനാൽ എന്ത് ആരോപണം ഉയർന്നാലും ശബരിമലയിൽ ഇരിക്കുന്ന പഞ്ചലോഹ വിഗ്രഹം യഥാർത്ഥത്തിൽ അവിടെ ഉള്ളത് തന്നെയായിരുന്നു എന്ന് പരിശോധിച്ച് കണ്ടറിയുവാൻ വലിയ മാർഗങ്ങളൊന്നും ഇവർക്ക് മുന്നിലില്ല, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിലില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ശബരിമല അയ്യപ്പൻ്റെ പ്രഭാവലയം അടിച്ചു മാറ്റിയിരിക്കുന്നത്, അഥവാ അയ്യപ്പ വിഗ്രഹം തന്നെ ഇപ്പോൾ കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത് എന്നുള്ള ആശങ്കയാണ് കേരള കൗമുദി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ആഗോളതലത്തിൽ അയ്യപ്പ ഭക്തന്മാർ വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ ആശങ്കപ്പെട്ടിരുന്നത് പോലെ ശബരിമലയിൽ ശാസ്താവിൻ്റെ യഥാർത്ഥത്തിലുള്ള വിഗ്രഹം തന്നെയാണോ ഇപ്പോഴുള്ളത്? 41 ദിവസം വ്രതം നോറ്റ് മാലയിട്ട് കറുപ്പെടുത്ത് നെയ് നിറച്ച് ശബരിമല കയറി ചെല്ലുന്ന ഭക്തന്മാർക്ക്, 18-ാം പടി കയറി ചെല്ലുന്ന ഭക്തന്മാരെ കണ്ടു തൊഴുന്ന ഭഗവാന്റെ വിഗ്രഹം യഥാർത്ഥത്തിൽ അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത് തന്നെയാണോ, അതോ ഇപ്പോൾ കള്ളന്മാർ അടിച്ചു കൊണ്ടുപോയതിനു ശേഷം അവർ കൃത്രിമമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിഗ്രഹമാണോ എന്ന തരത്തിലുള്ള ആശങ്കകൾ പടരുന്നതിനിടയിൽ തന്നെയാണ് കേരള കൗമുദിയുടെ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും CPM ഈ വിഷയത്തിൽ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നു. 2016 മുതൽ
ശബരിമലയിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ കഴിഞ്ഞ ശനിയാഴ്ച SIT ചോദ്യം ചെയ്യുകയുണ്ടായി. അതീവ രഹസ്യമായി തന്നെയാണ് CPM-ന് നാണക്കേട് ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള ധാരണയോടുകൂടി തന്നെ പുറം ലോകമറിയാതെയാണ് SIT കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് എന്നാണ് അറിയുന്നത്. 1 മണിക്കൂറിനുള്ളിൽ 100 ചോദ്യങ്ങൾ വീതമാണ് SIT കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചത് എന്നറിയുന്നു. കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ ഒറ്റ ഉത്തരം പോലും SIT മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. വീണ്ടും കടകംപള്ളി സുരേന്ദ്രനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2016 മുതൽ കടകംപള്ളി സുരേന്ദ്രന്റെ വിദേശയാത്രകൾ SIT പരിശോധിക്കുന്നു എന്നുള്ളതും നിർണായകം തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും ഒരുമിച്ച് വിദേശയാത്രകൾ ചെയ്തിട്ടുണ്ട്, ബംഗളൂരുവിലേക്കും യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം SIT കൃത്യമായി തന്നെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. 2016 മുതൽ കടകംപള്ളി സുരേന്ദ്രന്റെ ക്രമാതീതമായി ഉണ്ടായിരിക്കുന്ന വരുമാന വർധനവും SIT പരിശോധിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒട്ടുമിക്ക വിദേശ രാജ്യങ്ങളിലും കടകംപള്ളി സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ചൊരു കാര്യമുണ്ടായിരുന്നു. സുഭാഷ് കപൂറിനെ പോലെ വിദേശ വിഗ്രഹ മോഷ്ടാക്കളുമായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് ബന്ധമുണ്ടോ എന്നുള്ളൊരു സംശയം ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഒരു വേള പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കളെ കാണുന്നതിന് വേണ്ടിയാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടിയാണോ കടകംപള്ളി സുരേന്ദ്രൻ വിദേശയാത്ര നടത്തിയത് എന്നുള്ള സംശയം ഇപ്പോൾ സാധാരണ ജനങ്ങൾക്കിടയിൽ, അയ്യപ്പ ഭക്തന്മാർക്കിടയിൽ രൂഢാമൂലമായി കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ സത്യാവസ്ഥയും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുമിച്ച് നടത്തിയ യാത്രകളെല്ലാം ഇപ്പോൾ SIT വളരെ വിശദമായി പരിശോധിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ നിർണായകമായ വിവരങ്ങളാണ് കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് SITക്ക് നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രന്റെ നില പരിങ്ങലിലായിരിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രൻ വീണ്ടും SIT ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലാകും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT നാളിതുവരെയും ചോദ്യം ചെയ്തവർ എല്ലാവരും തന്നെ ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, കസ്റ്റഡിയിൽ എടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സാഹചര്യം പരിശോധിക്കുമ്പോൾ 2016 ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ കാലഘട്ടത്തിലാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത് എന്നതിനാൽ SIT ഒരു തവണ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ ചോദ്യം ചെയ്യലിൽ SITക്ക് തൃപ്തികരമായ മറുപടിയല്ല കടകംപള്ളി സുരേന്ദ്രന്റെ ഭാഗത്തു നിന്ന് കിട്ടിയിരിക്കുന്നത് എന്നുള്ള സൂചന ഉള്ളതിനാൽ തന്നെ SIT വീണ്ടും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തുന്നു. ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ അക്ഷരാർത്ഥത്തിൽ CPM വെട്ടിലാകും. എന്നാൽ ഇപ്പോൾ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അടിച്ചു കൊണ്ടുപോയി എന്നതുപോലെ തന്നെ അതിലുപരിയായി ശബരിമല ശാസ്താ വിഗ്രഹത്തിലെ, അയ്യപ്പ വിഗ്രഹത്തിലെ പ്രഭാവലയത്തിലെ സ്വർണ്ണപ്പാളികളും ഇവർ അടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. അഥവാ ശബരിമല ശാസ്താവിൻ്റെ യഥാർത്ഥത്തിലുള്ള വിഗ്രഹം പോലും അടിച്ചു മാറ്റിയിരിക്കുന്നു എന്ന സംശയം പകരുന്ന തരത്തിലുള്ള കേരള കൗമുദി വാർത്ത പുറത്തു വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇനിയും കാര്യഗൗരവമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ സാധ്യമാകൂ. SIT ഒരു വേള സർക്കാരിനെയും സർക്കാർ സംവിധാനങ്ങളെയും ഭയപ്പെടുന്ന തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഹൈക്കോടതി തന്നെ ഒരു വേള വിമർശനാത്മകമായി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പിണറായി വിജയന്റെ ഓഫീസിൽ നിന്ന് നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് SIT പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള ആശങ്ക പോലും സാധാരണക്കാരിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. എന്തായാലും പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം പിന്നീട് ദീർഘകാലത്തിന് ശേഷമാണ് മറ്റൊരു അറസ്റ്റ് SIT രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം കടന്നു ചെന്നതോടുകൂടി അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ സർക്കാർ തന്നെ വെട്ടിലാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒന്നാം പിണറായി വിജയൻ സർക്കാരും രണ്ടാം പിണറായി വിജയൻ സർക്കാരും, അതായത് ഈ കഴിഞ്ഞ ദേവസ്വം പ്രസിഡന്റായിരുന്ന പ്രശാന്തനെ കൂടി ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പ്രശാന്തനെ ചോദ്യം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ വാസവനും ഇക്കാര്യത്തിൽ പങ്കുണ്ട്, ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് എന്ന നിലയിലേക്ക് മാറുമ്പോൾ ഒന്നാം പിണറായി വിജയൻ സർക്കാരിനും രണ്ടാം പിണറായി വിജയൻ സർക്കാരിനും ഇതിൽ കൃത്യമായ പങ്കുണ്ട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത വേളയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ തലയ്ക്ക് മുകളിലുള്ള ആളുകൾ പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് മാത്രമാണ് ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും ദേവസ്വം വകുപ്പ് മന്ത്രി ഓഫീസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികൾക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിരുന്നത്. ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ തിട്ടൂരമനുസരിച്ചാണ് താൻ തീരുമാനമെടുത്തത് എന്ന് പത്മകുമാർ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ 2019 ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ വിട്ടിലാകുന്നു. SIT ഇനിയും ചോദ്യം ചെയ്യാൻ കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലാകും എന്ന് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തിലെ പ്രഭാമണ്ഡലം പോലും ഈ കള്ളന്മാർ, സ്വർണ്ണക്കൊള്ളക്കാർ, തീവെട്ടിക്കൊള്ളക്കാർ അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരുന്നു. ഇനിയും ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയണമെന്നുണ്ടെങ്കിൽ ഗൗരവമേറിയ അന്വേഷണം നടക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനായി കാത്തിരിക്കാം.